ഭൂമിയിലെ ജീവിതത്തിന് പണം അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതിനെ വിവേകത്തോടെ ഉപയോഗിച്ചാൽ അത് നമുക്കും സമൂഹത്തിനും വലിയ ദാസനായി നന്മകൾ ചെയ്യും. എന്നാൽ പണം സമ്പാദിക്കുക എന്നത് മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതി അതിന്റെ പിന്നാലെ പായുമ്പോൾ പണം നമ്മുടെ ചിന്തകളെയും ഹൃദയത്തെയും ഭരിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ക്രൂരനായ ഒരു യജമാനനായി നമ്മെ മാറ്റിക്കളയും. പണം നമ്മുടെ കൈകളിൽ ഒരു ഉപകരണമായിരിക്കണം, മറിച്ച് നമ്മുടെ ഹൃദയത്തെ കീഴടക്കുന്ന വിഗ്രഹമാകരുത്. ദൈവത്തിന്റെ പ്രകാരം പറയുന്നു തിമോഥെയോസിന്റെ ലേഖനം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന് മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ബൈബിളിലെ ധനികനായ ചെറുപ്പക്കാരന്റെ ചരിത്രം ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. അവൻ ചെറുപ്പം മുതൽ ദൈവകൽപ്പനകളെല്ലാം കൃത്യമായി അനുസരിച്ചു വന്ന ഉത്തമനായ ഒരു മനുഷ്യനായിരുന്നു. നിത്യജീവൻ അവകാശമാക്കാൻ താൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് യേശു ക്രിസ്തുവിനോട് ചോദിച്ചു. യേശുവിനെ നോക്കി പറഞ്ഞു, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടോ, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എന്നാൽ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവന് വലിയ സങ്കടത്തോടെ പിന്തിരിഞ്ഞു. കാരണം അവന് വലിയ സമ്പത്തുണ്ടായിരുന്നു. പണത്തിന്റെ കൈകളിൽ മാത്രമല്ല ഹൃദയത്തിലാണിരുന്നത്. അവനെ ഭരിച്ചത് കൊണ്ട് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കാനോ മനുഷ്യരെ സഹായിക്കാനോ അവന് കഴിഞ്ഞില്ല. നിങ്ങൾ പണത്തിന്റെ യജമാനനാണെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും, നിങ്ങൾ അതിന്റെ അടിമയാണെങ്കിൽ അത് നിങ്ങളെ നശിപ്പിക്കും. ദൈവം തന്ന പണം കൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക, അല്ലാതെ പണത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും മറക്കരുത്. എന്റെ ഉപദേശം ഇതാണ്, പണത്തെ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് മാത്രം നിർത്തുക. പണം ഉണ്ടാകുന്നതല്ല, എന്നാൽ പണം നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സമാധാനവും സ്നേഹവും നഷ്ടപ്പെടും. പണത്തെ നിങ്ങളുടെ കൈകളിലെ ഒരു നല്ല ദാസനാക്കി മാറ്റുക, അത് ഉപയോഗിച്ച് ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുക, വിശക്കുന്നവന് ആഹാരം നൽകുക, അനാഥരെയും വിധവകളെ സഹായിക്കുക. പണം കൊണ്ട് സ്നേഹത്തെയും നന്മയും വാങ്ങാൻ കഴിയില്ലെങ്കിലും പണം ഉപയോഗിച്ച് അനേകരുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ വെളിച്ചം പകരാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് മാത്രമുള്ളതാക്കി മാറ്റുക. ക്രിസ്തുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.